ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് GCC റെയിൽ പദ്ധതി. 2030 ഡിസംബറോടെ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിലേക്ക് ബന്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്ന ഖത്തർ സൗദി റെയിൽ കരാറിനെയാണ് ഖത്തറിൽ താമസിക്കുന്നവർ ഏറെ ഉറ്റുനോക്കുന്നത്. ഖത്തർ സൗദി റെയിൽവേ ലിങ്ക് കരാറിന്റെ കരട് രൂപത്തിന് ഖത്തർ മന്ത്രിസഭ അടുത്തിടെ അംഗീകാരം നൽകിയിരുന്നു. ഖത്തർ സൗദി റെയിൽവേ കരാർ പൂർത്തിയാകുന്നതോടെ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന GCC റെയിൽ പദ്ധതിയിലേക്ക് ഇതിനെ ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2002 ഖത്തർ സന്ദർശിക്കാനെത്തിയ അന്നത്തെ സൗദി ഗതാഗത മന്ത്രി എഞ്ചിനീയർ സാലിഹ് ബിൻ നാസർ അൽ ജാസിറും ഖത്തർ ഗതാഗത മന്ത്രിയായിരുന്ന ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ റെയിൽ ഗതാഗത സാധ്യതകളെക്കുറിച്ച് ആദ്യ ചർച്ച നടന്നത്. അനുയോജ്യമായ റെയിൽ ഗതാഗത പദ്ധതി സംബന്ധിച്ച പഠനത്തിന് തുടക്കം കുറിക്കാനും അന്ന് ധാരണയായി. തുടർന്ന് തയ്യാറാക്കിയ സൗദിയുമായുള്ള റെയിൽവേ ലിങ്ക് കരാർ കരട് രൂപത്തിനാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. പ്രായോഗിക തലത്തിലേക്ക് പദ്ധതി നീങ്ങുന്നതിന്റെ സൂചകം കൂടിയാണ് ഈ അംഗീകാരം. ഖത്തറിലെ ആദ്യത്തെ മെയിൻ ലൈൻ റെയിൽവേ പദ്ധതിയാണിത്. ഏകദേശം 100 കിലോമീറ്റർ നീളമുള്ള പുതിയ പാത ദോഹയിൽ നിന്ന് സൗദി അറേബ്യയുടെ അതിർത്തിയായ അബു സംറ വരെ നീളും. സൗദിയിലെ ദമാമിൽ നിന്ന് UAE ഗുവേഫാത്തിലേക്കുള്ള നിർദ്ദിഷ്ട GCC റെയിൽ പാതയുമായി ദോഹ അബു സംറ പാതയെ ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ GCC റെയിൽ പദ്ധതിയുടെ ഭാഗമായി ഖത്തറിൽ നിന്ന് ദമാമിലേക്ക് നേരിട്ട് മറ്റൊരു സമുദ്രപാതയും നിർദ്ദേശിക്കുന്നുണ്ട്. ദോഹ മെട്രോ, ലുസൈൽ ട്രാം എന്നിവയുമായി ഈ പാതയെ ബന്ധിപ്പിക്കാനാണ് പദ്ധതി. അതേസമയം ഖത്തർ റെയിലിന്റെ ദീർഘദൂര റെയിൽ പദ്ധതികളിൽ 5 പ്രധാന ലൈനുകളാണ് ഉൾപ്പെടുന്നത്. ഇവയിലൊന്നാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്ന ദോഹ അബു സംറ പാത. മിസൈദ് റാസ് ലഫാൻ ചരക്ക് പാത, ദോഹ ദുക്കാൻ പാത, ദോഹ അൽ ഷമാൽ പാത എന്നിവയാണ് പദ്ധതിയിലെ മറ്റ് റെയിൽ ശൃംഖലകൾ. ദോഹയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ഒരു ഹൈസ്പീഡ് പാസഞ്ചർ ലൈനും ഖത്തർ റെയിലിന്റെ പദ്ധതിയിലുണ്ട്. പുതിയ ദോഹ അബു സംറ 100 കിലോമീറ്റർ റെയിൽ പാത 2030ഓടെ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദോഹ അബു സംറ റെയിൽ കരാറും GCC റെയിൽ പദ്ധതിയും പൂർത്തിയാകുന്നതോടെ ദോഹയിൽ നിന്ന് 6 ഗൾഫ് രാജ്യങ്ങളിലെ നഗരങ്ങളിലേക്ക് തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാം. ദോഹയിൽ നിന്ന് ദമാമിലേക്കും അവിടെ നിന്ന് കുവൈത്തിലെത്തി തിരിച്ച് UAE ഗുവേഫാത്ത് വഴി ഒമാനിലെ മസ്കത്ത് വരെ ആളുകൾ പോയി വരുന്ന കാലം വിദൂരമല്ല.